നമസ്കാരം. മൾച്ചിങ് ഷീറ്റ് ഏതുതരം മൾച്ചിങ് ഷീറ്റാണ് പച്ചക്കറിക്ക് ഉപയോഗിക്കേണ്ടത് എന്നതാണ് ചോദ്യം. മൾച്ചിങ് ഷീറ്റ് പച്ചക്കറിക്ക് വേണ്ടത് 30 മൈക്രോണിൻ്റെ മൾച്ചിങ് ഷീറ്റാണ് വേണ്ടത്. അത് ശ്രദ്ധിക്കണം. കടക്കാർ 30 എന്നൊക്കെ പറയും, അത് നമ്മൾ തന്നെ ഉറപ്പാക്കണം 30 ആണോ എന്ന്. 20, 25 എന്ന അളവിലൊക്കെ കടകളിൽ മേടിക്കാൻ കിട്ടും. 30 തന്നെ ചോദിച്ച് വാങ്ങണം. കാരണം എന്ന് വെച്ചാൽ 30 ഇട്ടാൽ നമുക്കൊരു 6 മാസം വരെ ഉപയോഗിക്കാം. ഒരു 2-3 ക്രോപ്പൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ തണ്ണിമത്തനാണെങ്കിൽ നമുക്ക് 3 മാസം 2 ക്രോപ്പ് എടുക്കാൻ പറ്റും 6 മാസം കൊണ്ട്. വെള്ളരി ആണെങ്കിൽ 45-50 ദിവസം കൊണ്ട് ഒരു 3-4 ക്രോപ്പ് എടുക്കാൻ പറ്റും. ഇനി വാഴയിലേക്ക് കടക്കുമ്പോഴത്തേക്ക് 50 മൈക്രോണിൻ്റെ മൾച്ചിങ് ഷീറ്റാണ് ഉപയോഗിക്കേണ്ടത്. 50 മൈക്രോൺ ഉപയോഗിക്കുമ്പോഴത്തേക്ക് 1 വർഷം വരെ കേടുകൂടാതെ കിടക്കും. ഇത് സൂര്യപ്രകാശം തട്ടുമല്ലോ, സൂര്യപ്രകാശത്തിൽ അൾട്രാ വയലറ്റ് രശ്മികളുണ്ട്. ഈ രശ്മികൾ വന്ന് പതിക്കുമ്പോഴത്തേക്ക് പ്ലാസ്റ്റിക് വിഘടിക്കും. അതുകൊണ്ട് ഷീറ്റിൻ്റെ കട്ടി ശ്രദ്ധിക്കണം. 30 മൈക്രോൺ തന്നെ മേടിക്കണം. അതിൽ യാതൊരു അലംഭാവവും കാണിക്കരുതേ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി. കൃഷി ചെയ്യുക, സന്തോഷമായിരിക്കുക. ശരിയായ രീതിയിൽ കൃഷി ചെയ്യണം, ശാസ്ത്രീയമായി കൃഷി ചെയ്യണം. വിജയിക്കും, ഒരു നഷ്ടം ഉണ്ടാവില്ല.